ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ഞാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ. അങ്ങനെ അച്ചായ അതിനിപ്പോ എന്തുവാ പറഞ്ഞോ വലിയ അയ്യോ അത് പറഞ്ഞപ്പോഴേ ഓർത്തു കേട്ടോ, നമ്മുടെ അപ്പച്ചിയുടെ മോളില്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ അവക്ക് വിശേഷമുണ്ട്. അത് ശരി, അതാ ഞാൻ പറഞ്ഞത്. ആഹാ അങ്ങനെ ഉണ്ടല്ലേ, ഞാൻ നമുക്കൊന്ന് പോണം കേട്ടോ അവിടെ. അച്ചായ അപ്പൊ വിശേഷ ദിവസത്തെ അടിക്കത്തോളെന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങളൊരു വിശേഷം പറഞ്ഞില്ല, അത് കേട്ടപ്പോ ഞാൻ അടിച്ചു. അതല്ലേ ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ജോൾസിനെ കണ്ട് നല്ല വിശേഷാൽ പൂജ ചെയ്ത് കഴിഞ്ഞാല് ആണോ നമുക്ക് മാറ്റം ഉണ്ടാവും, നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന്. നമുക്ക് പോണോണ്ട് നമ്മുടെ അവിടെ ഒരു വിശേഷം അടിച്ചു കയറ്റി, അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചത്. നീ ഇത് തീർക്കുന്ന കേട്ടോ. അല്ലേ ഞാൻ പറഞ്ഞു. അച്ചായ പടപടയെന്ന് അച്ചായ ചുമ്മാ നീ വന്ന് വായിച്ചു നോക്കടി. വാടാ എന്റെ അപ്പനല്ലേ, എന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞാ ചോടോ. എന്റെ ദൈവം ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇറക്കി ഒടിയിപ്പിക്കും. വിശേഷം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല വിശേഷം. എനിക്ക് നല്ല വിശേഷം. അറിയാം, നിന്റെ തൊണ്ട തൊട്ട് വയറ് മുടിക്കാൻ വയറില്ല, തൊണ്ട തൊട്ട് വയറാ, നിനക്ക് പറ്റില്ലല്ലോ. പള്ളിയിൽ വളലത്തിന് വന്നപ്പോ നീ തന്നെ പറഞ്ഞത് എന്റെ അപ്പച്ചി വരാ കുഞ്ഞുമ്മ അരി അവിടെ കല്ലറെ കിടന്നപ്പോ നീ തന്നെ പറഞ്ഞ അവരോട് വാടക ചോദിച്ചു. നീ പുതിയ വീടിനടി ഇത് എന്റെ അപ്പനുണ്ടാക്കിയ ഞാൻ ഇവര് പോയി കഴിഞ്ഞാൽ മരപ്പട്ടിയുടെ കൂടെ ജീവിക്കും. ഇതുകൂടെ ഞാൻ ജീവിക്കത്തില്ല. അവള് നിങ്ങളോട് ഈ പിള്ളേരെ നിങ്ങളോട് വാടക ചോദിക്കുമെന്ന് പറഞ്ഞു. എടാ നരപ്പാ, എടാ ക്രിസ്മസിന് മാത്രം വരുന്നവനെ, എടാ ക്രിസ്മസ് അപ്പൂപ്പ നിനക്ക് എന്തുവാ വേണ്ട, എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നിനക്ക് ഒരെണ്ണം അടിച്ചാൽ എന്തുവാ അടിച്ചാൽ നിനക്ക് എന്തുവാ ഇത്തങ്ങ് മൂപ്പം നീ തരണ്ട, വാടക തരണ്ട. എവിടുന്നാണോ നിനക്ക് മുടി എവിടുന്നാണോ നിനക്ക് നിനക്ക് എവിടുന്നാണോ ഇത് നിനക്ക് നീ വിട്ടേരി എവിടുന്ന് കിട്ടിയടാ നീ ചാണ്ടി സാറാണ്, നീ മറവത്തൂർ കടലിൽ ചാണ്ടി സാറാണ് നീ. അവൻ ഇളക്കാവന് നിന്റെ വീടെടുത്ത് കുടുങ്ങി തിന്നോടാ ഞങ്ങൾ നേരം വെളുക്കുമ്പോ. നിനക്കറിയാവോ ഇതെന്റെ മുടിയല്ല, ഞാൻ ബിവറേജ് വന്നോടത്തെ എഴുതുകയാണ്, അറിയാവോ? അത്ര എത്തവനാ ഞാൻ. എത്ര ഒന്നും പറഞ്ഞത് ഇങ്ങനെ പോകാതെ കൊച്ചിനോട് നീ ഇറങ്ങണ വീട്ടിൽ തന്നെ, നീ ഇറങ്ങണ എന്റെ വീട്ടിൽ. നിങ്ങൾ താമസിച്ചു, നിങ്ങൾ വാടാ തരണ്ട. നിനക്ക് മൂപ്പം തോടാ നിങ്ങൾ വാടാ തരണ്ട. കച്ചിനോട് വഴക്കുണ്ടാക്കല്ലോ എന്താ പറയുന്നത്, എനിക്ക് വയ്യ ഈ രണ്ട് കുടിയന്മാരുടെ വാടക തരണ്ട. നമ്മളായിട്ടാണ് കൊളുത്തി വലിക്കാൻ തോളെ. അവൻ പാവപ്പെട്ടവന്മാർക്ക് വീട് വാടക വന്നിട്ട് അവന്റെ വാടക കൊടുക്കാനാണ്. എന്തുവാ ഇവിടെ അച്ഛനെ ഇതുപോലായിരുന്നു, വാടക വേണ്ടാന്ന് പറഞ്ഞ വീട്ടിൽ വിളിച്ച് നിർത്തിയിട്ട് ഡെയിലി 100 രൂപ മേടിക്കും. ഞാൻ നോക്കിയാൽ 3000 രൂപ അവന് വാടക മേടിക്കുവായിരുന്നു. മാത്രം നിങ്ങള് എന്താ ധൈര്യം ഉണ്ടായിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഒന്നാമത്തെ വാടക വീട് ഈ പരിക്കകത്ത് കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് എന്താ ധൈര്യം ഉണ്ടായി? ആര് കള്ളു കുടിച്ചടി? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിറ്റല്ലോ ക്ലാസ്സിനകത്ത് ഒഴിച്ചു വെച്ച് അടിച്ചതോ? അങ്ങേർക്കും കൊടുത്ത പാവപ്പെട്ട ആ മനുഷ്യനും. എടി പൊട്ടി, നിനക്ക് തലയ്ക്ക് വെളിവില്ലടി, ഇത് മദ്യം വല്ലുന്നത്. എടി മദ്യം വരെ ഞാൻ പോയിട്ട് അടുക്കളയിരുന്ന കട്ടൻ കാപ്പി എടുത്ത് ഒഴിഞ്ഞ ആരെങ്കിലും ഉപ്പിക്കാത്തിരുത്തോണ്ടോ വന്നത്. എടി വാട കൊടുക്കാൻ ഞാൻ വിളച്ചെടുത്തത്. എടി അതല്ലേ പറഞ്ഞ വാട കൊടുക്കാൻ ഞാൻ അഭിനയിച്ചല്ലേ ഇത്ര ഞാൻ. എടി ഞാനതല്ലെന്ന് ആലോചിക്കണേ. ഞാൻ ഈ കട്ടൻ ചായ കുടിച്ച് അടിച്ചിട്ട് അഭിനയിച്ചെന്ന് വെച്ചാൽ വാട കൊടുക്കാതിരിക്കാൻ. പക്ഷെ എന്നാലും ഈ അച്ചായൻ എങ്ങനെ ഈ കട്ടൻ ചായ കുടിച്ച് ഇത്രയും പിച്ചായെന്ന് ഞാൻ ആലോചിക്കണേ.